രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നേർക്കുനേർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി എത്തുന്നവർക്ക് സർക്കാർ പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പിണറായി വിജയനെ പോലെ ആരോപണ വിധേയരായ സഹപ്രവർത്തകരെ സംരക്ഷിച്ച മറ്റൊരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടി. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ബാക്കി 4 വിരലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് കൈപൊക്കുന്ന ഒരു MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്, ബലാത്സംഗ കേസ്. ഞെട്ടിക്കുന്ന വലിയ വാർത്ത വരാനുണ്ടെന്ന വി.ഡി. സതീശന്റെ പ്രതികരണത്തോട് ചിരിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആ വലിയ വാർത്ത വരുമെന്ന് വി.ഡി. സതീശനും പറഞ്ഞു. വരട്ടെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളാണ് ബോംബെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ മുകേഷിന്റെ കാര്യത്തിൽ, അതുപോലെ P. ശശിയുടെ കാര്യത്തിൽ, മന്ത്രിസഭയിലെ 2 പേരുടെ കാര്യത്തിലൊക്കെ ആ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്നതിനിടയിലാണ്, അത് അതിശക്തമായ വിമർശനമാക്കി ഉയർത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എന്നുള്ളതൊരു പൊതുവികാരമാണ് എന്ന നിലയിൽ പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സംരക്ഷിക്കുന്നത്, രാഹുലിനെ സംരക്ഷിക്കുന്നത് വി.ഡി. സതീശനാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. അതിനെ എങ്ങനെ കാണണം, എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ശ്രീജിത്ത്? റിജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തോട് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തുക എന്നതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച സമീപനം. ഈ സമീപനം കൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെങ്കിൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി ഈ വിവാദം സജീവമാക്കി നിലനിർത്താനാണ് ശ്രമിച്ചത്. മാത്രമല്ല, ഈ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ സംരക്ഷണവും ഒരുക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. CPM ആദ്യം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഉപരി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആൾ എന്ന നിലയ്ക്കാണ് സതീശനെതിരെ ആരോപണത്തിൻ്റെ കുന്തമുന നീട്ടാൻ ഈ മുഖ്യമന്ത്രിയും CPM മറ്റും ശ്രമിക്കുന്നത്. എന്നാൽ അതേ നാണയത്തിൽ ഇപ്പോൾ സതീശൻ മറുപടി നൽകുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുടെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രകാലം ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങളും ആരോപണങ്ങളുമായി മുന്നോട്ട് പോയത് എന്ന ആരോപണമാണ് പ്രധാനമായും CPM മറ്റും മുന്നോട്ട് വെക്കുന്നത്. അത് മാത്രമല്ല, പരാതിക്കാരുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ എല്ലാ സംരക്ഷണവും നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ വിവാദത്തിൽ നിന്ന് CPM പിന്നോട്ടില്ല, സർക്കാർ പിന്നോട്ടില്ല, മറിച്ച് ഇത് സജീവമായ ഒരു വിഷയമായി രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനും വലിയ തോതിൽ അപമാനം സൃഷ്ടിച്ച ഈ പ്രശ്നത്തിൽ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. ശ്രീജിത്ത്, ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു പ്രതിരോധം പരാതിയോ കേസോ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ഇനി വെളിപ്പെടുത്തൽ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് സംരക്ഷണം നൽകും. ഇനി ആരെങ്കിലും പരാതിയുമായോ നിയമ നടപടിയുമായോ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകുമെന്നുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഒപ്പം തന്നെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു, ഇതൊക്കെ ഇവിടെ അവസാനിക്കുന്നതാണ് നല്ലത് എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി. ശ്രീജിത്ത്, റിജിത്ത്, തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മോശം പെരുമാറ്റം ഉണ്ടായ ആളുകൾക്ക് പരാതിയുമായി മുന്നോട്ട് വരാൻ നല്ലൊരു ആത്മവിശ്വാസം നൽകുന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരെ ഭീഷണിപ്പെടുത്തിയും സൈബർ ബുള്ളിയിങ് നടത്തിയും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം വിലപ്പോവില്ല എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പരോക്ഷമായി പ്രഖ്യാപിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് വരുന്നവർക്ക്, ആ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരുന്നവർക്ക് നിയമപരമായി എല്ലാ പരിരക്ഷയും നൽകും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിലൂടെ പരാതിക്കാരായ ആർക്കെങ്കിലും അത് ഇതുവരെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ അങ്ങനെ കടന്നു വരാനുള്ള ഒരു വഴിയൊരുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ
ഇവിടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത്തരം രീതികൾ അവസാനിപ്പിച്ചേ മതിയാകൂ. പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒക്കെ തന്നെ അപമാനകരമായിട്ടുള്ള ഈ പ്രവർത്തനം അത് അവസാനിപ്പിച്ചേ മതിയാകൂ. ഇത് സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് നിന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ മാറി നിൽക്കുന്നതാണ്. അങ്ങനെ ഒന്നോ രണ്ടോ ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും ഇത്രയും ദുരനുഭവം ആർക്കും ഉണ്ടായില്ല, ഇതുപോലൊരു കഥ വേറെ എവിടെയും കേട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിൻ്റെ ആഴവും പരപ്പും ആളുകളിലേക്ക് തുറന്നിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.